ഞങ്ങൾ ഇവിടെ അർജുന്റെ കീഴെ വിത്തിട്ടുണ്ട്. പിന്നെ ലോക്കൽ 2 പേര് കിട്ടാനുണ്ട്. അവരുടെ വീട്ടിലെ അക്കമാർ, അമ്മ, പെണ്ടട്ടി എല്ലാവരും കരയാനുണ്ട്. അവരെ എന്നെങ്കിലും അവർക്ക് ഒരു ദേവർ അവർക്ക് ഒന്ന് ഇതാവട്ടെന്ന് ഞങ്ങൾ കീഴെ ഇറങ്ങി. അപ്പൊ 3 നോക്കിയ ഒന്നും കിട്ടിയില്ല. പിന്നെ ഇന്ന് കൂടെ ഒന്ന് ഒരു ഡൈ പണി 2 ഡൈ പണിയിലെ ഒന്നും കിടച്ചില്ല. ഒരു മരം കെട്ടി പിന്നെ ഒന്നും കാണാമയ്യ. കീഴെ നീരിന്റെ പ്രഷർ ജാസ്തി തീർന്ന് ലോറികളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലോറി നമുക്ക് കിട്ടിയില്ല. വയർ കിട്ടി, സ്റ്റേ വയർ കിട്ടി. പിന്നെ കീഴെ അതല്ല പിന്നെ കീഴെ പോകുമ്പോൾ ഒത്തിരി കണ്ണ് കാണാൻ മേലിന് അതിന് ഒത്തിരി ബുദ്ധിമുട്ടായി. ഈ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ രക്ഷാപ്രവർത്തനം നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ? ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് നമ്മൾ എപ്പോ കൂപ്പിടും അപ്പൊ ആ സമയത്ത് ഞങ്ങൾ വരും. എപ്പോ വിളിച്ചാലും വരും. നിലവിൽ കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ്. എപ്പോ കൂപ്പിടെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ വന്ന്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഈശ്വർ മാൽപ്പയുടെ വാക്കുകളാണ് ഇപ്പം കേട്ടത്. 2 ദിവസം കൊണ്ട് ഈശ്വർ മാൽപ്പ ഒരുപാട് ആഴങ്ങളിലോട്ട് പോയി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. അത് അർജുൻ്റെ കൂടെ തന്നെ അർജുൻ്റെ ഒപ്പം കാണാതെ ഇരുന്ന 2 പേര് കൂടെ ഉണ്ട്. അപ്പോൾ അവരെ കൂടെ ഇനി കിട്ടണം. അവരെ വീട്ടിലൊക്കെ അവർ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര കരച്ചിലാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈശ്വർ മാൽപ്പ. എന്നാലും വല്ലാത്തൊരു ഇതാണ്, ഇത്രയും ദിവസങ്ങളായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല, നമ്മുടെ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ഒരു ദുഃഖകരമായ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇത്രയും സജ്ജീകരണങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടും നമ്മുടെ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഇന്ന് തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്, താൽക്കാലികം എന്നാണ് പറയുന്നത്. പക്ഷെ അത് എത്ര നാളത്തേക്ക് എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ തെരച്ചിൽ നിർത്തിയത് കൊണ്ട് വീട്ടിലെല്ലാവർക്കും വിഷമമുണ്ട്. അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരിയൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഈ തെരച്ചിൽ നിർത്തരുതായിരുന്നു, തെരയണമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അമ്മ തന്നെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മോനെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അർജുൻ്റെ സഹോദരി പറയുന്ന കുറച്ച് വാക്കുകൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്കും അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അർജുനെ പോലെ തന്നെ വേറെ 2 പേരും കൂടി കണ്ടു കിട്ടാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടുന്നവരെ ഈ തെരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അപേക്ഷിക്കുന്നത്. മേനാന്ന് മിനിസ്റ്റർ അടക്കമുള്ള മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ MLA എല്ലാ ആളുകളും കൂടിയിട്ടുള്ള മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിദ്യകളൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മളടുത്ത് അവിടുന്ന് പറഞ്ഞ കാര്യം. ഇനി 4 ദിവസം. പക്ഷെ ഇപ്പം നടന്നു പോകുന്ന ഈ കാര്യങ്ങൾ തന്നെ മുന്നോട്ട്, അതായത് അവർ പിൻവാങ്ങി ഇനി നമുക്കറിയില്ല. അത് എത്രത്തോളത്തെ ഒരു അനിശ്ചിതത്വം അതിലുണ്ട്, എത്ര കാലത്തേക്ക് എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഈ കാലാവസ്ഥൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ നിയന്ത്രിക്കാനുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും നമുക്ക് അവൈലബിൾ ആണ്. ആ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നുണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടും സാന്നിധ്യവും നമുക്ക് ഇനിയും വേണം. അപ്പം ഈ ഒരു തിരച്ചിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കരുതെന്നാണ് നമുക്ക് ഇനി പറയാനുള്ളത്. മറ്റൊന്ന്, ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുടുംബത്തെ കൃത്യമായിട്ട് അറിയിക്കാനുള്ള സംവിധാനം ഇതുവരായിട്ടുണ്ടോ? നേരിട്ട് ഹസ്ബൻഡ് തന്നെയാണ് നമ്മളെ അറിയിക്കുന്നത്. അതിലൊന്നും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എല്ലാ ഹസ്ബൻഡ് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല. പിന്നെ മെനയാന്ന് നമുക്ക് ലോറി കണ്ടു, അത് ഐഡൻറ്റിഫൈ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊന്നും അതിനെപ്പറ്റി യാതൊരു വിധ ഇതുമില്ല. നമ്മൾ അന്ന് ഓരോ നിമിഷവും ഇപ്പം കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് ലോറി ഒന്നും കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ബാക്കി വിവരങ്ങൾ കിട്ടാത്തതിലൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ആരും ബ്ലെയിം നിർത്താതെ മുന്നോട്ട് പോകണം. പിന്നെ ഒരു കാര്യം കൂടി, 13 ദിവസമായി. അപ്പം അമ്മ ഇപ്പോഴും ചോദിക്കുകയാണ്, എൻ്റെ മകൻ എന്താ പറ്റിയത്? ഈ 13 ദിവസമായിട്ട് നമ്മളെന്താ ഇനി പറയേണ്ടത്, എന്നാ തിരിച്ചു വരിക, ഒന്നും അറിയില്ല. അപ്പം അർജുനെ നമുക്ക് നഷ്ടമായിട്ട് 13 ദിവസമായി. അപ്പം ഇനിയും 4 ദിവസം നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കേണ്ടതെന്നും നമുക്ക് അറിയുന്നില്ല. അപ്പം ഇപ്പോൾ സഹോദരിയുടെ വാക്കുകൾ കേട്ടില്ലേ? സഹോദരിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ ആ അമ്മ ചോദിക്കുകയാണ്, ഇത്രയും നാളായിട്ടും മോൻ വന്നില്ല, ഇനി എപ്പോൾ വരും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ വാക്കുകൾക്ക് മുമ്പിൽ നമുക്ക് മറുപടിയില്ല. ആ ചോദ്യത്തിന് മുമ്പിൽ ആർക്കും മറുപടിയില്ല. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ലോറി കണ്ടെത്തി എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. ഞാനും അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ലോറി കണ്ടെത്തിയെന്നും പറയണ്ടായിരുന്നു. പക്ഷെ ലോറിയൊന്നും കണ്ടെത്തിയിട്ടില്ല, അർജുനെയും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഒരു വിവരവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി മുന്നോട്ട് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. ഇപ്പോഴാണെങ്കിൽ പ്രതികൂല കാലാവസ്ഥയായിട്ട് തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അർജുൻ എന്ത് സംഭവിച്ചു, എന്താണ് പറ്റിയത് എന്ന് ആർക്കും അറിയാത്തൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ പറയാൻ തന്നെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും പുഴയിലാണോ മൺകൂനിയിലാണോ എന്താണെന്നുള്ളൊരു ഇതും ആർക്കും പറയാൻ കഴിയുന്നില്ല. ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ ജീവനോടെ ആണെങ്കിലും അല്ലെങ്കിൽ നല്ല ജീവനോടെ തന്നെ തിരിച്ചു വരട്ടെ എന്നാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അർജുനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്ക് അർജുനെ കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു 14-15 ദിവസം കൊണ്ടാണ് അർജുനെ കുറിച്ച് നമ്മളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നമ്മുടെ അർജുൻ. അപ്പോൾ എന്താ പറയുക, അർജുനെ കണ്ടെത്തണേ എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നറിയാതെ വല്ലാത്തൊരു വേദന തന്നെയാണ് അർജുനെക്കുറിച്ച്. അപ്പോൾ എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഒരു വിവരവും കിട്ടാത്തത് കൊണ്ട് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഒരു വിവരം നമുക്ക് കിട്ടിയില്ലല്ലോ. ഇത് എന്താ പറയുക, ന്യൂസുകളും എല്ലാം നോക്കുന്നുണ്ട്, പക്ഷെ അർജുനെക്കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. ഇപ്പോൾ അവസാന നിമിഷം അറിഞ്ഞത് ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയായി ഇന്നലെ ഇതെല്ലാം അവസാനിച്ചു, ഇന്നലത്തോടുകൂടി തിരച്ചിലെല്ലാം അവസാനിച്ചു എന്നാണ് കേട്ടത്. അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് തിരയുമ്പോൾ ഒരു ഇതുണ്ടാകും, കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, കുറേ ചാനലുകാർ എഴുതി പിടിപ്പിക്കുന്നത് കണ്ടു അർജുൻ മരിച്ചു, ജീവനോടെയില്ല. അതുപോലെ കർണാടക ന്യൂസിലൊക്കെ കാണിച്ചു ഒരു മൃതദേഹം കിട്ടി, അപ്പോൾ അർജുൻ ജീവനോടെ ഇല്ല എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ന്യൂസിലും അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ഒക്കെ ഇട്ടതായിട്ട് കണ്ടു. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവരിപ്പോൾ ഡയറക്റ്റ് വന്നിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇവർ വീട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ ഇതിൽ അധികാരപ്പെട്ട ആരെങ്കിലും വന്ന് നമുക്ക് ഒരു ഇത് തന്നാലേ നമുക്ക് അറിയുള്ളൂ അർജുനെ കുറിച്ചിട്ടുള്ള വിവരം എന്താണ് എന്നുള്ളത്. പലരും പലതുമാണ് പറയുന്നത്. എന്നാലും പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ്. നമ്മുടെ അർജുൻ തിരിച്ചു വരും എന്ന് തന്നെ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഒരു വിവരവും ഇല്ല. അപ്പോൾ ചിലപ്പോൾ അത്ഭുതം സംഭവിച്ചേക്കാം. എവിടെയെങ്കിലും തങ്ങി നിൽക്കുക എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ അത്ഭുതം സംഭവിച്ചേക്കാം. അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. നമ്മുടെ അർജുൻ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു ഇത് തോന്നി, അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.